ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. അങ്ങനെ നമ്മൾ നമ്മുടെ 30-30 ചാലഞ്ചിലെ ഡേ 5-ലാണെന്ന് നിൽക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡേ 5-ലെ 30 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ അവർ GK ക്വസ്റ്റ്യൻസ് ഡേ 5. അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓട് ഫാക്ടറികളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓട് ഫാക്ടറികളുള്ള ജില്ല ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? തൃശ്ശൂരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓട് ഫാക്ടറികളുള്ള ജില്ല. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് എത്തുന്ന ഇന്ത്യൻ വംശജ. രാകേഷ് ശർമ്മയ്ക്കു ശേഷം ബഹിരാകാശത്ത് എത്തുന്ന ഇന്ത്യൻ വംശജ ആരാണ്? കൽപ്പന ചൗളയാണ് രാകേഷ് ശർമ്മയ്ക്കു ശേഷം ബഹിരാകാശത്ത് എത്തുന്ന ഇന്ത്യൻ വംശജ. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 21 ആണ് ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. നിഴലുറങ്ങുന്ന വഴികൾ ആരുടെ കൃതിയാണ്? വത്സലയുടെ കൃതിയാണ് നിഴലുറങ്ങുന്ന വഴികൾ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, നടി ആരുടെ കൃതിയാണ്? കേശവ് ദേവിൻ്റെ കൃതിയാണ് നടി. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ്. സോ ഒന്നും കൂടെ നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓട് ഫാക്ടറികളുള്ള ജില്ല തൃശ്ശൂരാണ്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് എത്തുന്ന ഇന്ത്യൻ വംശജ കൽപ്പന ചൗളയാണ്. ചാന്ദ്രദിനമായി ആചരിക്കുന്നത് ജൂലൈ 21. നിഴലുറങ്ങുന്ന വഴികൾ വത്സലയുടെ കൃതിയാണ്. നടി കേശവ് ദേവിൻ്റെ കൃതിയാണ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് എല്ലാവരും പഠിച്ചല്ലോ. സോ നമുക്ക് നമ്മുടെ 6th ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 6th ക്വസ്റ്റ്യൻ, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് സൂചന നൽകുന്ന ലൈറ്റിൻ്റെ നിറം. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് സൂചന നൽകുന്ന ലൈറ്റിൻ്റെ നിറം ഏതാണ്? യെല്ലോ, മഞ്ഞയാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് സൂചന നൽകുന്ന ലൈറ്റിൻ്റെ നിറം. അല്ലേ, ട്രാഫിക്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൂചിപ്പിക്കുന്ന ലൈറ്റിൻ്റെ നിറം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? മഞ്ഞയാണ്. 6th ക്വസ്റ്റ്യൻ, ചാക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന നൂൽ. ചാക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന നൂല് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ചണനൂലാണ് ചാക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന നൂല്. 8th ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉപഗ്രഹം. ഭൂമിയുടെ ഉപഗ്രഹം എർത്ത് സാറ്റലൈറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ചന്ദ്രനാണ് ഭൂമിയുടെ ഉപഗ്രഹം. 9th ക്വസ്റ്റ്യൻ, സൂര്യന് ഏറ്റവും അടുത്തുള്ള ഗ്രഹം. സൂര്യന് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ഏതാണ്? ബുധനാണ് സൂര്യന് ഏറ്റവും അടുത്തുള്ള ഗ്രഹം. 10th ക്വസ്റ്റ്യൻ, വാഹനം നിർത്താൻ സൂചിപ്പിക്കുന്ന ലൈറ്റിൻ്റെ നിറം. ഇതും ട്രാഫിക്കിൽ തന്നെയാണ് ചോദ്യം. വാഹനം നിർത്താൻ സൂചിപ്പിക്കുന്ന ലൈറ്റിൻ്റെ നിറം ഏതാണ്? ചുവപ്പാണ് അല്ലേ, റെഡാണ് വാഹനം നിർത്താൻ സൂചിപ്പിക്കുന്ന ലൈറ്റിൻ്റെ നിറം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇത് ജസ്റ്റ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. സോ ഒന്നുകൂടെ നോക്കാം. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് സൂചന നൽകുന്ന ലൈറ്റിൻ്റെ നിറം മഞ്ഞയാണ്. ചാക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന നൂല് ചണനൂലാണ്. ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രനാണ്. സൂര്യന് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ബുധൻ ആണ്. വാഹനം നിർത്താൻ സൂചിപ്പിക്കുന്ന ലൈറ്റിൻ്റെ നിറം ഏതാണ്? ചുവപ്പാണ് വാഹനം നിർത്താൻ സൂചിപ്പിക്കുന്ന ലൈറ്റിൻ്റെ നിറം. സോ ഇത്രയും 10 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ അവർ 11th ക്വസ്റ്റ്യൻ, നിഴൽപ്പാടുകൾ ആരുടെ കൃതിയാണ്? നിഴൽപ്പാടുകൾ ആരുടെ കൃതിയാണ്? സി രാധാകൃഷ്ണൻ്റെ കൃതിയാണ് നിഴൽപ്പാടുകൾ. ഓക്കെ. 12th ക്വസ്റ്റ്യൻ, സ്കൂൾ പാഠ്യപദ്ധതിയിൽ ചെസ് നിർബന്ധമാക്കിയ സംസ്ഥാനം. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ചെസ് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് സ്കൂൾ പാഠ്യപദ്ധതിയിൽ ചെസ് നിർബന്ധമാക്കിയ സംസ്ഥാനം. ഓക്കെ. 13th ക്വസ്റ്റ്യൻ, ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്നാണെന്നാണ് ചോദ്യം. എന്നാണ്? ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. 14th ക്വസ്റ്റ്യൻ, ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വിഷവാതകം. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വിഷവാതകം ഏതാണ് എന്നാണ് ചോദ്യം. ഏതായിരുന്നു? മീഥൈൽ ഐസോസയനേറ്റ് ആണ് ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വിഷവാതകമായി അറിയപ്പെടുന്നത്.
മീഥൈൽ ഐസോസൈനേറ്റാണ് ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വിഷവാതകമായി അറിയപ്പെടുന്നത്. അവർ 15th ക്വസ്റ്റ്യൻ, കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? കഥകളിയാണ് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം. ഓക്കെ. സി രാധാകൃഷ്ണൻ്റെ കൃതിയാണ് നിഴൽപ്പാടുകൾ. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ചെസ് നിർബന്ധമാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5 ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വിഷവാതകം മീഥൈൽ ഐസോസൈനേറ്റ് ആണ്. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ്? കഥകളിയാണ് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി ആരാണ്? 16th ക്വസ്റ്റ്യൻ ആണ്. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോ ആണ് കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പിയായിട്ട് അറിയപ്പെടുന്നത്. 17th ക്വസ്റ്റ്യൻ, പ്രസിഡൻറ്റിൻ്റെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം. പ്രസിഡൻറ്റിൻ്റെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ഏതാണ്? നീലക്കുയിലാണ് പ്രസിഡൻറ്റിൻ്റെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം. ഓക്കെ. 18th ക്വസ്റ്റ്യൻ, TAAI എന്നതിൻ്റെ പൂർണ്ണരൂപം. TAAI എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് എന്നാണ് ചോദ്യം. എന്തായിരുന്നു TAAIയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദ്യം. ഏതാണ്? ട്രാവൽ ഏജൻറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഏതായിരുന്നു? TAAI എന്നതിൻ്റെ പൂർണ്ണരൂപം ട്രാവൽ ഏജൻറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. 19th ക്വസ്റ്റ്യൻ, ദ്വന്ദ്വയുദ്ധം ആരുടെ കൃതിയാണ്? ദ്വന്ദ്വയുദ്ധം ആരുടെ കൃതിയാണ്? മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ കൃതിയാണ് ദ്വന്ദ്വയുദ്ധം. 20th ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ല. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ ആണ്. നീലക്കുയിലാണ് പ്രസിഡൻറ്റിൻ്റെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം. TAAIയുടെ ഫുൾ ഫോം ട്രാവൽ ഏജൻറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ദ്വന്ദ്വയുദ്ധം മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ കൃതിയാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ല തിരുവനന്തപുരം ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? 21st ക്വസ്റ്റ്യൻ, ഇന്ദ്രകൽപ്പന ആരുടെ കൃതിയാണ്? ഇന്ദ്രകൽപ്പന ആരുടെ കൃതിയാണ്? ഉണ്ണികൃഷ്ണൻ പുത്തൂരിൻ്റെ കൃതിയാണ് ഇന്ദ്രകൽപ്പന. ഇന്ദ്രകൽപ്പന ഉണ്ണികൃഷ്ണൻ പുത്തൂരിൻ്റെ കൃതിയാണ്. 22nd ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായി കണക്കാക്കുന്നത്. 23rd ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതിയുടെ രചയിതാവ്. ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ് ഇന്ത്യൻ സ്ട്രഗിൾ എന്ന കൃതിയുടെ രചയിതാവ്. 24th ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ മാൻഗ്രൂവ് മ്യൂസിയം. കേരളത്തിലെ ആദ്യ മാൻഗ്രൂവ് മ്യൂസിയം ഏതാണ്? കൊയിലാണ്ടിയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? കേരളീയ സുഗുണ ബോധിനിയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇന്ദ്രകൽപ്പന ഉണ്ണികൃഷ്ണൻ പുത്തൂരിൻ്റെ കൃതിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ കൃതിയാണ് ഇന്ത്യൻ സ്ട്രഗിൾ. കേരളത്തിലെ ആദ്യ മാൻഗ്രൂവ് മ്യൂസിയം കൊയിലാണ്ടിയാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? കേരളീയ സുഗുണ ബോധിനിയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയായി കണക്കാക്കുന്നത്. ഓക്കെ, 25th ക്വസ്റ്റ്യൻ വരെ ക്ലിയർ ആയല്ലോ. 26th ക്വസ്റ്റ്യൻ, ലോകമാന്യ എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ്. ലോകമാന്യ എന്ന ടൈറ്റിൽ കിട്ടിയിട്ടുള്ള നേതാവ് ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ബാലഗംഗാധർ തിലകനാണ് ലോകമാന്യ എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ്. ഓക്കെ, 26th ക്വസ്റ്റ്യൻ, ലോകമാന്യ എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആരാണ്? ബാലഗംഗാധർ തിലകാണ് ലോകമാന്യ എന്നറിയപ്പെടുന്നത്. 27th ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ ഏതാണ്? എറണാകുളത്തെ കടവന്ത്രയാണ്.
കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനായിട്ട് അറിയപ്പെടുന്നത്? 28th ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ യോഗ ഗ്രാമം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ യോഗ ഗ്രാമം ഏതാണ്? കുന്നന്താനാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ യോഗ ഗ്രാമമായിട്ട് അറിയപ്പെടുന്നത്. 29th ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യത്തെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? കോട്ടയത്താണ് രാജ്യത്തെ ആദ്യത്തെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത്. 30th ക്വസ്റ്റ്യൻ ആൻഡ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വനിതകൾ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക. വനിതകൾ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ശാരദയാണ്. വനിതകൾ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? ശാരദയാണ് വനിതകൾ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ബാലഗംഗാധര തിലകനാണ് ലോകമാന്യ എന്ന ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ കടവന്ത്രയാണ്, എറണാകുളത്തെ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ യോഗ ഗ്രാമം കുന്നന്താനാണ്. രാജ്യത്തെ ആദ്യത്തെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് കോട്ടയത്താണ്. ശാരദയാണ് വനിതകൾ പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ഡേ 5 30 ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുമായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ. ഇനി നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിടൂ. സോ നമ്മുടെ ഈ 30-30 ചാലഞ്ചിൽ നമുക്ക് കിട്ടുന്ന കുറേ GK ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഡോണ്ട് മിസ് ഇറ്റ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇപ്പം തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ 30 ഡേയ്സിലും ഓരോ ദിവസം 30 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്കിനി നാളെ ഡേ 6 വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.